മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒളിയമ്പുമായി മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിലെ 2 ടേം വ്യവസ്ഥ എല്ലാവരും പാലിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും സുധാകരൻ പറയുന്നു. ആലപ്പുഴയിലെ CPIM നേതൃത്വത്തെയും ജി സുധാകരൻ രൂക്ഷമായി വിമർശിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്നും ജി സുധാകരൻ പറയുന്നു. 24 ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലാണ് ജി സുധാകരൻ്റെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. ഈ പ്രായപരിധിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം, അതുപോലെ തന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയതൊക്കെ വേറൊരു അർത്ഥത്തിൽ പാർട്ടിയുടെ തെറ്റുതിരുത്തലാണ്. അല്ല, പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ ചില തീരുമാനങ്ങൾക്ക് ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല. CPM ആദ്യം കൊണ്ടുവന്നത് എൻ്റെ അറിവിലൊന്നും ഇല്ല. ഇനി സോവിയറ്റ് യൂണിയൻ കാണും, പിൽക്കാലത്തെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. കാരണം സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈഴവരുടെ കാൻഡിഡേറ്റ്സ് ഈഴവനായതുകൊണ്ടൊന്നും ജയിക്കണമെന്നില്ല അത് പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക കാൻഡിഡേറ്റിനെ പറ്റി ഞാൻ പേര് പറയുന്നില്ല. ആ ഈഴവനായതുകൊണ്ടൊന്നും അടി ജയിക്കില്ല. മന്ത്രിമാരെന്നുള്ള അവഗണന തുറന്നു പറഞ്ഞ് മുൻ മന്ത്രി ജി സുധാകരൻ പെരുമ്പടം പാലത്തിന് ഉദ്ഘാടനത്തിന് തന്റെ പേര് പരാമർശിച്ചില്ല. വൈറ്റിലെ പാലം പൊളിച്ചു കളയണമെന്ന മന്ത്രി KP ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നോടോ പൊതുമരാമത്ത് മന്ത്രിയോടോ ആലോചിക്കാതെയാണെന്നും ജി സുധാകരൻ. പക്ഷേ പത്തനംതിട്ട MLA അദ്ദേഹം നമ്മുടെ വൈറ്റിലെ പാലം തല്ലിപ്പൊളിച്ച് കളയണമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് തല്ലിപ്പൊളിച്ച് കളയണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അടി മുഴുവൻ പട്ടി കിടക്കുകയാണ്. 8 വർഷമായി പണിഞ്ഞിട്ട് പാലത്തിൻ്റെ അടി പട്ടി കിടക്കുന്നു. അവിടെ ഒരുപാട് അഴുക്കുണ്ട്. ഇതെല്ലാം പാലം നിർമ്മിച്ചതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇപ്പോൾ അതേണ്ട ഏറ്റവും ഒടുവിൽ 100 കോടി രൂപ മുടക്കി പണിഞ്ഞ ചേർത്തല പെരുമ്പടം പാലം ഉദ്ഘാടനത്തിനാവാനായിരിക്കുക. അവിടുത്തെ എന്താ പറയുന്നത് ആരിഫും അത് MLA ആയിരുന്നു അയാൾ. ഞാൻ പൈസ കൊടുക്കും. പിന്നെ ദിലീപയും കൂടെ പത്രസമ്മേളനമൊക്കെ നടത്തിയല്ലോ. ഞാനത് വായിച്ചു. മണ്ണ് പരിശോധന കായലുണ്ട്. അവിടെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് പാലത്തിൻ്റെ നിർമ്മാണമല്ല ശിലാസ്ഥാപനം പിണറായി നടത്തിയ അധ്യക്ഷനായിരുന്നു. 2 യോഗത്തിലും സഹവാരിഫുണ്ട്. MLA ആണ്. അതിനെപ്പറ്റി അവരൊരു അക്ഷരം പറഞ്ഞില്ലല്ലോ പത്രസമ്മേളനത്തിൽ. ഇപ്പോഴത്തെ MLAയും ആരിഫ് ഇരിപ്പുണ്ടല്ലോ കൂടെ. ആരിഫിന് പറഞ്ഞു കൊടുക്കണ്ടേ? ആരിഫ് എന്താ മറന്നു പോകാൻ കാര്യം? ആരിഫാണ് അന്ന് അതിനുവേണ്ടി കത്ത് തന്നെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ മര്യാദ. അതാണ് കമ്മ്യൂണിസം. ഫോർ ദ പീപ്പിൾ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ജി സുധാകരനുമായി സംസാരിച്ച KR ഗോപികൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ. ശരിക്കും ജി സുധാകരൻ ചിലതൊക്കെ തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്ന പോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. എങ്ങനെയായിരുന്നു പൊതുവെയുള്ള ആ ഇൻ്റർവ്യൂ? ഗുഡ് മോർണിംഗ് SKN. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ജി സുധാകരൻ എന്നാണ് ആ അഭിമുഖത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ SKN പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനെതിരെ ഒരു ഒളിയമ്പ് ഈ ചില പരാമർശങ്ങളിലൂടെ ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രായപരിധിയുടെ പേരിൽ റിട്ടയർമെന്റ് നൽകാൻ തീരുമാനിച്ച പാർട്ടിയുടെ നടപടി. രണ്ടാമതായി 2 ടേം വ്യവസ്ഥ, അതായത് 2 തവണ തുടർച്ചയായി MLA ആയവർ ഇനി മുതൽ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്ന പാർട്ടിയുടെ തീരുമാനം. ഇത്തരം തീരുമാനങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടപ്പാക്കിയതായി തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഈ വിഷയത്തെ സ്പർശിച്ച് സംസാരിച്ചു തുടങ്ങിയത്. നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പ്രായപരിധി നിശ്ചയിച്ച തീരുമാനത്തിനെതിരെ തന്റെ തുറന്ന വിമർശനങ്ങൾ ജി സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 2 ടേം വ്യവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളിൽ CPM ഒരു പുനരാലോചനയ്ക്ക് കടക്കുന്ന ഘട്ടത്തിലാണ്. ഇതൊക്കെ ആര് കൊണ്ടുവന്ന തീരുമാനങ്ങളാണ് എന്ന് ജി സുധാകരൻ ചോദിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 62 സീറ്റുകളിലാണ് CPM മത്സരിച്ചത്. അതിൽ 23 2 തവണ MLA-മാരായവർ ഉണ്ട്. അവർക്ക് ഇളവ് നൽകാനുള്ള ആലോചന CPM-നകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ വിജയ സാധ്യതയ്ക്ക് അത് മങ്ങലേൽക്കും എന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ടേം വ്യവസ്ഥയിൽ ഒരു ഇളവ് നൽകാനുള്ള ആലോചന ഇപ്പോൾ പാർട്ടി ഫോറങ്ങളിൽ സജീവമാകുന്നത്. ഈ ഘട്ടത്തിൽ വേണം ജി സുധാകരന്റെ പ്രതികരണത്തെ SKN നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായേക്കും എന്നൊക്കെയുള്ള ചില സൂചനകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ 2 ടേം വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ആരുടെ തീരുമാനമായിരുന്നു എന്ന് ജി സുധാകരൻ ചോദിക്കുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ
വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാത്ത പക്ഷം പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന മുന്നറിയിപ്പും ജി സുധാകരൻ നൽകുന്നുണ്ട്. നേരത്തെ പ്രായപരിധി നിശ്ചയിച്ച പാർട്ടി തീരുമാനത്തിൽ താൻ അടക്കമുള്ളവർ കൈ ഉയർത്തി അതിനെ പിന്തുണച്ചതാണ്. പക്ഷേ അതിൽ വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടന്നില്ല. ലോകത്തൊരിടത്തും പ്രായപരിധിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ലോകത്തൊരു പാർട്ടിയിലുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു ജി സുധാകരൻ ചെയ്തത്. മാത്രമല്ല, ടൂ ടേം വ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നതും ഏറ്റവും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ CPM നഷ്ടമാകും. CPM പാർട്ടിക്കകത്ത് താല്പര്യമുള്ളവരെയല്ല, പുറത്ത് ജനസമ്മതരായ ആളുകൾക്ക് വേണം സ്ഥാനാർത്ഥിത്വം നൽകാൻ എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ജി സുധാകരനോട് ഞാൻ ആവർത്തിച്ച് ഈ സംഭാഷണത്തിനിടയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയാകാൻ താൻ ഒരുക്കമാണ്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, താൻ പൊതുപ്രവർത്തനം നടത്തിയിട്ട് പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് തനിക്ക് നന്നായിട്ട് അറിയാം, ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ 8 എണ്ണത്തിന് ഇടതുപക്ഷത്തിന് CPM ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം തനിക്കുണ്ട്. അതുകൊണ്ട് സീറ്റ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകുകയാണെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ജി സുധാകരൻ ചെയ്തത്. അതേസമയം തന്നെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടിയെ സമീപിക്കുകയോ മറ്റേതെങ്കിലും കുറുക്കുവഴി സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് ജി സുധാകരൻ തുറന്നു പറയുന്നുണ്ട്. ഇതിൽ അവസാനിക്കുന്നില്ല ജി സുധാകരന്റെ പ്രതികരണങ്ങൾ. അദ്ദേഹം മറ്റു ചില വിഷയങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ ഭിന്നാഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്ന് നിരന്തരമായി പ്രചാരണം നടക്കുന്നുണ്ട്. പല നേതാക്കളുമായി താൻ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇതൊക്കെ ബോധപൂർവം തന്നെ കരിവാരിത്തേക്കാനും തന്നെ ഒതുക്കാനും വേണ്ടി ജില്ലയ്ക്കകത്ത് നടത്തുന്ന ചില സംഘങ്ങളാണ് ഇത് നടത്തുന്നത്. ഇതൊരു ക്രിമിനൽ സംഘമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നതാണ് ജി സുധാകരൻ പറയുന്നത്. പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പല പ്രധാനപ്പെട്ട വേദികളിലും തന്നെ ക്ഷണിക്കാതിരിക്കുക, പാർട്ടി ഫോറങ്ങളിൽ ക്ഷണിക്കാതിരിക്കുക, ഇങ്ങനെ നിരന്തരമായ അവഗണന താൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തുടങ്ങി വിവാദ വിഷയങ്ങളിലൊക്കെ തന്നെ ജി സുധാകരന്റെ പ്രതികരണം ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു KR ഗോപികൃഷ്ണൻ. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് 24-ൽ സംപ്രേഷണം ചെയ്യും. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ പ്രസക്തരായ, പ്രതിഭാധനരായ, പ്രഗത്ഭരായ ആൾക്കാരുടെ അഭിമുഖ പരമ്പരയുമായി KR ഗോപികൃഷ്ണൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളെല്ലാം ഉച്ചതിരിഞ്ഞ് 3 മണിക്കുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.